എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾക്ക് MLA ഹോസ്റ്റലിൽ അസിസ്റ്റന്റായി ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ അവസരം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത്. അതുപോലെ തന്നെ 24,400 രൂപ മുതൽ 55,200 രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത്. നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, പ്രായപരിധി, അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിൽ MLA ഹോസ്റ്റലിലേക്ക് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരള PSC നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 3 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 436/2025 ആണ്. ശമ്പള സ്കെയിൽ 24,400 രൂപ മുതൽ 55,200 രൂപ വരെയാണ്. കേരള PSC അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേരളത്തിലെ OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി മാത്രമാണ്. 1ാം NCA വിജ്ഞാപനമാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. കേരള സംസ്ഥാനത്തിലെ OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1986 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മാത്രമാണ്. കൂടാതെ ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണം. ശാരീരിക ക്ഷമത ഗവൺമെന്റ് സർവീസിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്നും ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല എന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 3 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിൽ ഇപ്പോൾ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിയമനം നടത്തുന്നത്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കാറ്റഗറി നമ്പർ 436/2025 ആണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 ഡിസംബർ 3 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.